ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരുടെയും ഓണമൊക്കെ ഇവിടെ വരെയായി. ഞങ്ങളുടെ ഓണം ഏകദേശം റെഡിയൊക്കെ ആവാറായി കേട്ടോ. അപ്പോൾ ആ പരിപാടിയിലോട്ട് വരുന്നതിന് മുന്നേ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ വെൽക്കം ടു ഡെയിലി ഡയറീസ് ഓഫ് ജിയാനസ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്ത് ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കുന്ന രീതിയിലല്ലേ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. ബനാനയും കിവിയും പൊമിഗ്രാനറ്റും നട്ട്സും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ഓവർനൈറ്റ് ഓട്സ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്നൊരു ഓണത്തിൻ്റെ DIY ചെയ്താലോ എന്നുള്ളൊരു മോഹം. അങ്ങനെ പൈപ്പ് ക്ലീനർ ഞാൻ നേരത്തെ മേടിച്ചിട്ടുണ്ടായി. അപ്പോൾ പൈപ്പ് ക്ലീനർ വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ DIY. ഇങ്ങനത്തെ ഒരു പേപ്പറൊക്കെ ഒന്ന് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഓണം പൂക്കളമില്ലേ, അത് ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ളൊരു പൂക്കളം വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിനനുസരിച്ച രീതിയിലുള്ള പൈപ്പ് ക്ലീനർ ഏത് കളറാണോ വേണ്ടതെന്നുള്ളതെന്ന് വെച്ചാൽ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുമല്ലോ, ഏതൊക്കെ കളറ് എവിടെയൊക്കെ വെക്കണമെന്നുള്ളത്. അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാണ് കേട്ടോ. പിന്നെ ഞാൻ ഫുൾ ഡബിൾ സൈഡ് ടേപ്പായിരുന്നു ഒട്ടിച്ചു കൊടുത്തത്. ഞാൻ ആദ്യം ഓർത്ത് ഗ്ലൂ വെച്ച് ചെയ്യാമെന്നായിരുന്നു, പക്ഷേ ഗ്ലൂ വെച്ച് ചെയ്തപ്പോഴത്തേക്കും കുളമായി. പിന്നെ ഞാൻ ഫുൾ അങ്ങോട്ട് ഡബിൾ സൈഡ് ടേപ്പാണ് ഒട്ടിച്ചത്. അങ്ങനെ ഞാൻ ഓരോന്നായി ഓരോ കളർ വെച്ച് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇതായിരുന്നു എൻ്റെ ഫൈനൽ റിസൾട്ട്. ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ചുമ്മാ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്തത്. ഇതൊക്കെ ചെയ്ത ശേഷം ഞാൻ ഓർത്ത് വാഷ് ബേസിൻ്റെ ആ ഒരു ഏരിയ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വെച്ചു. ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഓണ സദ്യയ്ക്ക് വേണ്ടി നമുക്ക് ഗീ ഒക്കെ ഒന്ന് വേണ്ടേ. അപ്പം ഞാൻ ഓർത്ത് ഈ പ്രാവശ്യം കടയിൽ നിന്ന് മേടിക്കേണ്ട, ഇപ്രാവശ്യം ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കാമെന്നുള്ള രീതിയിൽ 2 തരം ഗീ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒന്ന് നമ്മുടെ ബട്ടർ വെച്ചിട്ട്, ഒന്ന് പിന്നെ ക്രീം വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ക്രീം വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ബട്ടർ വെച്ച് ഞാൻ എപ്പോഴെപ്പോഴും ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്കത് ശീലമായി വന്നിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ബട്ടർ വെച്ചിട്ട്. പക്ഷേ ക്രീം വെച്ചിട്ട് ഭയങ്കര പാടായിരുന്നു ഉണ്ടാക്കാൻ, ഭയങ്കരമായിട്ട് സമയം എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആദ്യം ഞാൻ തുടങ്ങിയത് ബട്ടർ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതാകുമ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങ് തീർന്ന് കിട്ടുമല്ലോ. അങ്ങനെ ഏകദേശം നമ്മുടെ ഗീയൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ ഈ ഒരു സാധനം ഞാൻ മേടിച്ചത് ടിമൂന്നാണ് കേട്ടോ. ഈ ഒരു ഫണ്ടിൽ ഞാൻ മേടിച്ചത്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ യൂസ്ഫുൾ ആണ്. കാരണം നമുക്ക് എന്തെങ്കിലും പാർട്ടിക്കിൾസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ തടയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സൂത്രമുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ നമുക്ക് അത് റിമൂവബിൾ ആണ്. നമുക്ക് വേണ്ട സമയത്ത് നമുക്കത് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. ഇതാ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ പാർട്ടിക്കിൾസ് എല്ലാം അതിൻ്റെ മുകളിൽ അങ്ങനെ ഇരിക്കും കേട്ടോ. പിന്നെ ലിക്വിഡായിട്ടുള്ള സാധനങ്ങളെല്ലാം ആയിരിക്കും താഴോട്ട് വീഴുന്നത്. ഇത് അത്യാവശ്യം എനിക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു. പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാര്യത്തിന് നമുക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഞാൻ നേരത്തെ ബട്ടർ വെച്ചിട്ട് ഗീ ഉണ്ടാക്കുന്ന ടൈമിൽ അരിപ്പ വെച്ചിട്ടായിരുന്നു ഞാൻ അതിനെ ഫിൽറ്റർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അത് എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം മേടിച്ചത്. ഇത് മേടിച്ചതിന് ശേഷം എനിക്ക് നല്ല രീതിയിൽ ഇത് യൂസ്ഫുൾ ആണ്. ഇതാ ഞാൻ പറഞ്ഞ രീതിയിൽ ചെറിയ രീതിയിലായിട്ടുള്ള മൈന്യൂട്ട് പാർട്ടിക്കിൾസ് വരെ ഇത് അവിടെ ഒബ്സ്റ്റക്കിളായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ബട്ടർ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഗീ. ഇനി നമുക്ക് അടുത്ത ഗീ ഉണ്ടാക്കാം. അത് നമ്മൾ ക്രീം വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഡബിൾ ക്രീമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. 2-3 യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായി. പക്ഷേ അത് വെച്ചിട്ട് ട്രൈ ചെയ്യണം എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ഇരുന്നത്. അതിനകത്ത് ഇവർ കാണിച്ചത് ആദ്യം ഈ ഒരു ക്രീം മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ചെടുക്കുന്നതായിരുന്നു. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഞാൻ അടിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ സെയിം ഗീ ഉണ്ടാക്കിയ ആ സെയിം പാത്രം തന്നെ കഴുകി എടുത്തിട്ടാണ് അതിനകത്ത് വീണ്ടും ഞാൻ ഉണ്ടാക്കിയത്. നല്ല രീതിയിൽ ടൈം എടുക്കുന്ന പ്രോസസ്സാണ് ഇത്. അത്യാവശ്യം ഒത്തിരി ടൈം എടുത്തിട്ടുണ്ടായി. എനിക്ക് നല്ല രീതിയിൽ ബോറടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പേഷ്യൻസ് വേണം കേട്ടോ ഇങ്ങനത്തെ ഒരു ഗീ ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഇങ്ങനെ ഇളക്കി വന്നപ്പോഴത്തേക്കും അറ്റ് ലാസ്റ്റ് ഗീ ഒന്ന് തെളിച്ച് വരാനായിട്ട് തുടങ്ങി. അപ്പോൾ ലാസ്റ്റ് വരുമ്പോഴത്തേക്കും ഇങ്ങനെ ആയിരിക്കും വരുന്നത് കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞുകൊണ്ടല്ലോ ഈ ക്രീം വെച്ചിട്ട് ഗീ ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നഷ്ടമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ആകെ ഇച്ചിരി മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ടൈം എടുക്കുന്ന ഒരു കാര്യം കൂടെ ആയതുകൊണ്ട് ആരും മെനക്കെടായിട്ട് നിൽക്കേണ്ട എന്നുള്ള രീതിയിലാണ് ഞാൻ പറയത്തുള്ളൂ. ബട്ടർ വെച്ചിട്ട് ഗീ ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പെട്ടെന്ന് തന്നെ അത് ആവും ചെയ്യും. അങ്ങനെ നമ്മുടെ 2 തരം ഗീ അങ്ങോട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ക്രീം വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഗീ. അങ്ങനെ ഗീ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ഞാൻ ഓർത്തുവന്ന പിന്നെ ബാക്കി നമ്മുടെ വീട്ടിലെ പരിപാടിക്ക് ചെയ്യണമല്ലോ. അങ്ങനെ അലക്കി വെച്ച തുണികളെല്ലാം ഒന്ന് വിരിച്ചിടാമെന്ന് വെച്ചു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നാട്ടിൽ പോകുന്നതിൻ്റെ പാക്കിംഗ് ഒക്കെ തുടങ്ങണ്ടേ. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഞാൻ തുടങ്ങാമെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലിടുന്ന ഡ്രസ്സുകളും വെളി കൊണ്ടുവന്ന ഡ്രസ്സുകളൊക്കെ ഒന്ന് ഫിൽറ്റർ ചെയ്ത് സോർട്ട് ഔട്ട് എടുത്ത് വെക്കാമെന്നുള്ള രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ അച്ചുവിനാണെങ്കിൽ എൻ്റെ വീട്ടിലും അച്ചുവിൻ്റെ വീട്ടിലും അച്ചുവിനെ വീട്ടിലിടാൻ ഡ്രസ്സുകളൊന്നുമില്ല. അപ്പോൾ അച്ചുവിന് നല്ല രീതിയിൽ ഡ്രസ്സുകളൊക്കെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകണം. പിന്നെ എനിക്കാണെങ്കിൽ അവിടെ 2 വീട്ടിലും എൻ്റെ ഡ്രസ്സുകളുണ്ട്. പക്ഷേ എന്നാലും ഞാൻ ഓർത്ത് 3 സെറ്റ് ഡ്രസ്സ് ഇവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോകാന്നുള്ള രീതിയിൽ അങ്ങനെ ഞാൻ ഓരോ ഡ്രസ്സുകളും അങ്ങനെ ഫിൽറ്റർ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ടേ. ഇന്നത്തെ ദിവസം ചെയ്ത പരിപാടികളെല്ലാം ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അടുത്ത ദിവസത്തെ നമുക്ക് കാണണ്ടേ.
അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നേരെ കടയിലോട്ട് പോകാമെന്ന് വെച്ചു. ഇന്ന് നമ്മൾ പോകാനായിട്ട് ചെയ്യുന്നത് ഒരു ഇന്ത്യൻ ഷോപ്പിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഷോപ്പ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. കാരണം നാളെ നമുക്കിവിടെ ഒരു ഗസ്റ്റ് ഉണ്ട് സദ്യയ്ക്കും കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ ഗസ്റ്റ് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിൽഡിങ്ങിൽ തന്നെ താമസിക്കുന്ന ഒരു മലയാളി ഫാമിലിയാണ്. അപ്പം അവർ നാളെ നമ്മുടെ വീട്ടിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ചെറിയ രീതിയിൽ അങ്ങോട്ട് സദ്യ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ളൊരു ഷോപ്പിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ശരിക്കും പറഞ്ഞാൽ ഷോപ്പിംഗ് ഒക്കെ ചെയ്യേണ്ടതായിരുന്നു. നമുക്ക് സമയം കിട്ടിയിട്ടില്ലായിരുന്നു. 2 പേർക്കും ഡ്യൂട്ടി ഉള്ളതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഷോപ്പിംഗ് ചെയ്യാന്നുള്ള രീതിയിലാക്കിയത്. ഇന്ന് ചെയ്താലേ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ പോകുന്നത് വേൾഡ് ഫുഡ് എന്ന് പറഞ്ഞ ആ ഒരു ഷോപ്പിലാണ്. ഇത് ടെൻബ്രിഡ്ജ് ജ്വൽസിലെ ടൗൺ സെൻറ്ററിൽ തന്നെയാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. അപ്പം ഈ ഒരു ഷോപ്പിലാണ് ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഷോപ്പിൽ പോയ ശേഷം കുറേ കാര്യങ്ങൾ കണ്ടു കേട്ടോ. എന്നാലും കുറച്ച് സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. സാമ്പാർ പൊടിയും അങ്ങനെ പൊടി ഐറ്റംസ് ഒന്നും നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡ്സിൻ്റെ ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ അതൊഴിച്ച് ബാക്കി കുറച്ചേറെ സാധനങ്ങളൊക്കെ ഇവിടുന്ന് മേടിച്ചിട്ടുണ്ടായി. അപ്പോൾ ഇവിടുന്ന് ഓരോ പുതിയ സാധനങ്ങൾ കാണുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അങ്ങനെ ഫ്രോസൺ അല്ലാത്ത സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. ഇത് കണ്ട കരിക്കിൻ്റെ പോപ്സിക്കിളാണ്. ഇപ്പോൾ ഇത് ഞാൻ മേടിച്ചിട്ടില്ല. ഇത് ഞാൻ കണ്ടപ്പോൾ ഞാൻ നല്ല രീതിയിൽ നെറ്റിയിരുന്നു. എനിക്ക് മേടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ വെറുതെ മേടിച്ചിങ്ങനെ ഫ്രീസറിൽ വെക്കേണ്ടത്. കാരണം ഈ ഓണത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും ഓണത്തിൻ്റെ സാധനങ്ങളെല്ലാം മേടിച്ച് വരുമ്പോഴത്തേക്കും ഫ്രിഡ്ജും ഫ്രീസറും ഒക്കെ ഒന്ന് ഫുള്ളാവും. നമ്മുടെ കുഞ്ഞ് ഫ്രിഡ്ജും ഫ്രീസറാണ്. അപ്പം പിന്നെ അധികം ഒത്തിരി സാധനങ്ങളൊന്നും മേടിച്ച് വെക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങളായിരുന്നു നമ്മൾ ആ ഒരു വേൾഡ് ഫുഡ് എന്ന് പറഞ്ഞ ആ ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ലഡൂസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ലഡു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ ലഡു എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. എന്തായാലും ഞാൻ കഴിച്ചു കേട്ടോ. അങ്ങനെ ആ പരിപാടികളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓർത്ത് ഇന്ന് ചെറിയ രീതിയിൽ അങ്ങോട്ട് സദ്യ ഉണ്ടാക്കാന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ആകെ 5 ഐറ്റംസ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ പറഞ്ഞ പോലെ നാളെ അല്ല കേട്ടോ അവർ വരുന്നത്. നാളെ കഴിഞ്ഞാണ് അവർ വരുന്നത്. നാളെയാണ് നമ്മൾ ഫുൾ അങ്ങോട്ട് സദ്യ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ആകെ 5 ഐറ്റംസ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഇന്ന് കോവയ്ക്ക വെച്ചിട്ടുള്ള തോരനും മെഴുക്ക് പുരട്ടിയും പിന്നെ ലേഡീസ് ഫിംഗർ മെഴുക്ക് പുരട്ടിയും ക്യാരറ്റ് തോരനും അത് മാത്രമേ ഇന്ന് ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ ക്യാരറ്റ് സാമ്പാറിനുള്ളതും മെഴുക്ക് പുരട്ടിക്കുള്ളതും ഞാൻ അരിഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ നാളെ എനിക്ക് അത് എളുപ്പപ്പണിയാവുമല്ലോ. അങ്ങനെ ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ഒരു ദിവസം ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ ദിസ് ഇസ് ഡെയിലി ഡയറീസ് ഓഫ് ജി ആൻഡ് എസ് സൈനിങ് ഓഫ്.